എനിക്ക് 2 പേജ് വോയിസ് ഓവർ വരണം കേട്ടോ. എന്നെ കൂടെ ഒന്നും പറ്റില്ല, ഇതൊന്നും ഡബ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഇന്ന് ഈവനിങ് ആകുമ്പോഴത്തേക്കും കോൾ വരുന്നു എൻ്റെ അടുത്ത് രാവിലെ. ഞാൻ പറഞ്ഞു ഈവനിങ് ആകുമ്പോഴാണ് കോൾ വരുന്നത്. കറക്റ്റ് 4 മണിയായപ്പോൾ ഭാഷ വിളിക്കുന്നു, നമുക്ക് ഡബിങ്ങിന് വരുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഇവർ തമ്മിൽ പ്രശ്നമുണ്ടെന്നുള്ളത് മറ്റുള്ളവർ ഉണ്ടാക്കി തീർക്കുന്നതാണ്. അവർ തമ്മിലുള്ള സുഹൃബന്ധം എന്താണ്, ആത്മാർത്ഥം എന്താണെന്നുള്ളത് അതാണ് ഞാൻ പറയുന്നത്. ജോൺ എന്ന് പറഞ്ഞ കലാമണ്ഡലത്തിൽ വലിയൊരു കഥകളി സീനിയർ ആർട്ടിസ്റ്റാണ്. അപ്പം അദ്ദേഹത്തെ അടിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഈ കഥകളി ആശാൻ ജോണിൻ്റെ അടുത്ത് പോയിട്ട് കാലിങ്ങനെ പിടിച്ചുകൊണ്ട്, സോറി ട്ടോ, അത് അഭിനയത്തിൻ്റെ ഭാഗമായിട്ടാണ്. എത്ര ആർട്ടിസ്റ്റുകൾ ചെയ്യും. അയ്യപ്പനെ കിടത്തി ഉറക്കണമെങ്കിൽ ഹരിവരാസനം ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ദാസേട്ടൻ പാടിയ പാട്ട് വേണം. ഗുരുവായൂരപ്പൻ്റെ കീർത്തനങ്ങൾ മുഴുവൻ ദാസേട്ടൻ പാടിയിട്ടുള്ള കാസറ്റുകൾ ഇഷ്ടംപോലെ വിറ്റഴിച്ച് പോകുന്നത്. ഈ ദാസേട്ടൻ അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ ഇറങ്ങി ഓടുമോ? ഇപ്പം പലപ്പോഴും ഇവരുടെ എല്ലാവരുടെയും വിചാരം ഒരു പട്ടാള ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 വേസ്റ്റും 42 ചെസ്റ്റും ആയിട്ടുള്ള ആളെന്ന്. പട്ടാളത്തിൽ നിങ്ങൾ ശരിക്കും വന്ന് നോക്കിക്കഴിഞ്ഞാൽ, ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ പലരും തടിയന്മാരായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് ഞാൻ ആ പോയിന്റിനെ സ്ട്രെയിറ്റ് നെഗ്ലക്ട് ചെയ്യാം. ഇടയ്ക്കൊരു ഗോസിപ്പ് കേട്ടിരുന്നു, ഇതിൽ വോയിസ് ഓവർ കൊടുക്കാൻ മമ്മൂട്ടി വരില്ലെന്നോ, ലാലേട്ടനും മമ്മൂട്ടിയായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്നൊക്കെ. ശരിക്കും എന്താണ് ഉണ്ടായത്? ഒരാളും ഒരാളെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല. അതിനകത്ത് ഞാനൊരു പ്രൊപ്പഗണ്ട കേട്ടിരുന്നു പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ. മമ്മൂക്ക മോഹൻലാലുമായിട്ട് തെറ്റി, വോയിസ് ഓവർ കൊടുക്കില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ അടിച്ചിറക്കി. അതാണ് ഞാൻ പറഞ്ഞത്, എഗെയിൻ ഈ നെഗറ്റിവിറ്റിക്കാരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ കൂളായിട്ട് മമ്മൂക്കയും, അപ്പം ഞങ്ങൾ ഡബ് ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കയുടെ അടുത്ത് എനിക്ക് ഇങ്ങനെ ചോദിക്കണം എന്നുണ്ട്, ഈ വോയിസ് മമ്മൂക്ക ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അങ്ങനെ ലാലെടുത്ത് പറഞ്ഞു, മമ്മൂക്ക താഴത്തുണ്ട് കേട്ടോ, അത് നമുക്കൊന്ന് പോയി കാണാമെന്നത്. അണ്ണൻ ചോദിക്കണം, ഞാൻ ചോദിക്കാമെന്ന്. അങ്ങനെ ലാലും മമ്മൂക്കയായിട്ടൊന്ന് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോകല്ലേ എന്ന് വെച്ചാൽ പറയുമ്പോൾ, അപ്പം ലാലേട്ടൻ അങ്ങോട്ട് വാതിലിന് അങ്ങോട്ട് എത്തുമ്പോഴാണ് ഞാൻ ചോദിക്കും, മമ്മൂക്ക എനിക്ക് 2 പേജ് വോയിസ് ഓവർ വരണം കേട്ടോ. എന്നെ കൂടെ ഒന്നും പറ്റില്ല, ഇതൊന്നും ഡബ് ചെയ്യാൻ പറ്റില്ല. അപ്പം മമ്മൂക്കയുടെ മമ്മൂക്കയെ കുറിച്ച് കോമഡികളുണ്ട്. ആരെന്താ വെച്ചാൽ ഒന്നും പറ്റില്ല എന്ന്. പക്ഷെ പിന്നെ തിരിച്ചു വിളിച്ചിട്ട് അതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതൊരു ആ മനുഷ്യൻ്റെ ഒരു ഇതാണ്. ആരെങ്കിലും സമയം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വായിച്ചിട്ട് എടുക്കുന്നത് തനിക്ക് സമയം പറയാനാണെന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് തിരിച്ച് അങ്ങനെ വിളിച്ച് സമയത്രയായി, എവിടെ പോകുന്നു, കുശലം ചോദിക്കുക. അത് ഓരോരോ വ്യക്തികളുടെ ശീലമാണ്. അപ്പോൾ ഇതുപോലെ പറഞ്ഞപ്പോൾ ഞാൻ ലാല് മോള് പോയി ചോദിച്ചു, എന്ത് ചാടിയിട്ടുണ്ട് ആസ് യൂഷ്വൽ. ഇല്ല, ഇന്ന് ഈവനിങ് ആകുമ്പോഴത്തേക്കും കോൾ വരുന്നു എൻ്റെ അടുത്ത് ലാല് പറഞ്ഞ് ഈവനിങ് ആകുമ്പോഴാണ് കോൾ വരുന്നത്. കറക്റ്റ് 4 മണിയായപ്പോൾ ഭാഷ വിളിക്കുന്നു, നമുക്ക് ഡബിങ്ങിന് വരുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഇവർ തമ്മിൽ പ്രശ്നമുണ്ടെന്നുള്ളത് മറ്റുള്ളവർ ഉണ്ടാക്കി തീർക്കുന്നതാണ്. അവർ തമ്മിലുള്ള സുഹൃബന്ധം എന്താണ്, ആത്മാർത്ഥം എന്താണെന്നുള്ളത് അതാണ് ഞാൻ പറയുന്നത്. പോസിറ്റീവ്നെസ് മാത്രം കാണും. നിങ്ങൾ എന്തിനാ ഈ നെഗറ്റീവ് കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ? സോ ഐ ഡോണ്ട് ലൈക്ക് ടു ടോക്ക് എനിത്തിങ് ബാഡ് അബൌട്ട് അതേഴ്സ്. എനിക്ക് ശത്രുക്കൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഈവൻ അവരെ പോലെ ഞാനൊന്നും പറയാറില്ലല്ലോ, ഞാൻ ഉണ്ടായിരിക്കുകയാണ്. നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ പറഞ്ഞു പോയി. ഞാൻ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ മനസ്സിനകത്ത് ആ നെഗറ്റിവിറ്റി കയറും. ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ദാറ്റ് നെഗറ്റിവിറ്റി. മുഖം എപ്പോഴും പ്രസന്നവദനായിട്ട് ഇരിക്കണമെങ്കിൽ ആ പോസിറ്റീവ് എനർജി ആണ്. നമുക്ക് വന്നു, അന്ന് ട്രാഫിക്കിൽ കുടുങ്ങി 2 മണിക്കൂർ. എന്നിട്ട് അവസാനം ഞങ്ങളെല്ലാം കാത്തിരുന്ന് തിരിച്ചു നിന്നൊരു മെസ്സേജ് അയച്ചു, നാളെ കാലത്ത് 7 മണിക്ക് വരാൻ പറയാം എൻ്റെ അടുത്ത് എന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്തത്. പിറ്റേ ദിവസം വന്ന് 7 മണിക്ക് 11 മണിക്ക് വരാമെന്ന് പറഞ്ഞു. കൃത്യം 11 മണിക്ക് വന്നിരിക്കുന്നു. ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് വന്ന് അത് നോക്കി. അപ്പം ഞാനിതിൽ കുരുത്തക്കേട്ടിന് ആ ഫുൾ ഞാൻ വായിക്കുന്ന പോലെ പേസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോരോ വര വരച്ചിട്ട് കുറച്ചെനിക്ക് ഇതും എല്ലാം കുത്തി വരച്ചിട്ട് ഇത് മനുഷ്യൻ ഞാൻ നമുക്ക് ഞാൻ വേറെ എഴുതി തരാം. അത് ഇല്ലല്ല, ഞാൻ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. അങ്ങനെ ഓരോരോ വരികളും റിപ്പീറ്റ് ചെയ്തിട്ട് മൂപ്പറത് ഡബ് ചെയ്ത് 3/4 മണിക്കൂർ ഡബ് ചെയ്തിട്ടാണ് മൂപ്പർ പോയിരിക്കുന്നത്. ഇതിന് വേറൊരു കഥ ഇറങ്ങിയിരിക്കുന്നു. മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ പിണങ്ങി വോയിസ്. നിങ്ങൾക്ക് എന്തോ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഡബിൾ എഡ്ജഡാണ്. ഒന്ന് നമുക്ക് നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ സാധിക്കും, ഇങ്ങനെയുള്ള നെഗറ്റീവ് സാധനങ്ങളും പ്രചരിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ പടത്തിനെക്കുറിച്ചും ഇഷ്ടംപോലെ നെഗറ്റീവ്, അതല്ലേ പറഞ്ഞാൽ 1/2 മണിക്കൂറിൽ ട്രോളുകൾ ഇറങ്ങിയ പന്ന പടം ഒന്നും പറഞ്ഞത്. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും? തിങ്ക് എവറിത്തിങ് ഇൻ എ പോസിറ്റീവ് മാനർ. The complete actor Mohanlal.
ഇതിനു മുമ്പ് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ്റെ കൂടെ. എന്നാലും ഈ ഒരു മൂവിയിൽ 2 ഗെറ്റപ്പിലൊക്കെയാണ് ലാലേട്ടൻ വന്നിട്ടുള്ളത്. എങ്ങനെയായിരുന്നു ലാലേട്ടനുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? സി, ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ്റെ ഉള്ളിലൊരു സോൾജർ ഉണ്ടെന്നുള്ളത് ഞാൻ ആദ്യത്തെ സിനിമ കീർത്തിചക്ര കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം അദ്ദേഹം എല്ലാം ഗ്രാസ്പ് ചെയ്യും. ഒരു പട്ടാളക്കാരൻ എങ്ങനെ നടക്കുന്നു, എന്ത് ചെയ്യുന്നു, സല്യൂട്ടിനടക്കം പെർഫെക്ഷൻ ചോദിക്കും. കൈയിൻ്റെ വിരൽ പലരും സല്യൂട്ട് ചെയ്യുമ്പോൾ ഈ കൈയിൻ്റെ സിമെട്രി ഇതൊന്നും നോക്കില്ല അവർ. സോ എവറിത്തിങ് ഹി യൂസ് ടു ആസ്ക് മീ ഡൗട്ട് ഉണ്ടെങ്കിൽ. ബെൽറ്റിൻ്റെ പെർഫെക്ഷൻ, ഈ ലൈനും പാൻറ്റിൻ്റെ ലൈനും എങ്ങനെ, ഇതെല്ലാം ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ലാൽ വിൽ ഫോളോ ദാറ്റ്. പിന്നീട് ആ യൂണിഫോമും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്റ്റോറ് മൂപ്പരുടെ വാർഡ്രോബിൽ കൊണ്ടുപോയിട്ട് അത് പ്രത്യേകം ഹാങ്ങറിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഏതെങ്കിലും പടം വരുന്ന സമയത്ത്, ഇനിയിപ്പോൾ ആരും അങ്ങനെ ഒരു പട്ടാള സബ്ജക്റ്റ് എടുത്തിട്ട് ലാലേട്ടനെ കൊണ്ടുവരില്ല. കാരണം കീർത്തിചക്രയ്ക്ക് ശേഷം അദ്ദേഹം ഒരു യൂണിഫോം വേറൊരു പട്ടാളപ്പടത്തിലും ഇട്ടിട്ടില്ല. ലാൽ ഈസ് ലൈക്ക് എ 75% സോൾജറിനാണ്. പിന്നെ പലർക്കും പല ക്രിട്ടിക്സ് ആളുകളും എന്നോട് ചോദിക്കുന്ന ചില കാര്യമാണ്. അത് ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി മാത്രം. ഒരു നടൻ എന്നുള്ള രീതിയിൽ ഇപ്പം പലപ്പോഴും ഇവരുടെ എല്ലാവരുടെയും വിചാരം ഒരു പട്ടാള ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 വേസ്റ്റും 42 ചെസ്റ്റും ആയിട്ടുള്ള ആളെന്ന്. പട്ടാളത്തിൽ നിങ്ങൾ ശരിക്കും വന്ന് നോക്കിക്കഴിഞ്ഞാൽ, ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ പലരും തടിയന്മാരായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ ദേ ആർ സോ ഫ്ലെക്സിബിൾ ആൻഡ് എജൈൽ. അത് അവരുടെ മെറ്റബോളിസം അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ ആ പോയിന്റിനെ സ്ട്രെയിറ്റ് നെഗ്ലക്റ്റ് ചെയ്യണം. ഇതാണ് ഞാൻ ലാലേട്ടൻ്റെ ശരീരത്തിനെ കുറിച്ചോ അതിനെക്കുറിച്ചോ. ലാലേട്ടൻ്റെ മെറ്റബോളിസം അങ്ങനെയാണ്. എന്നിട്ട് ഇപ്പം അദ്ദേഹം അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിളിൻ്റെ മസിലടക്കം അഭിനയിക്കും. മൂക്കിൻ്റെ സൈഡ് അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. മീശയുടെ സൈഡ് അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട്. തൊണ്ടെവിടെ അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പടത്തിനകത്ത് തന്നെ തിരിച്ചിങ്ങനെ ദേഷ്യപ്പെട്ട് നിന്നിട്ട് ഇൻ്റർവൽ പഞ്ചിലങ്ങ് തിരിയുന്ന സമയത്ത് ഒരു ബ്രിഗേഡിയർ വിളിക്കുമ്പോൾ ഒരു സിംഹത്തിൻ്റെ അലർച്ച വീഴണം. അതിന് ഇവിടെയാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. അല്ല വെറും ശബ്ദമല്ലാട്ടിരിക്കുന്നത്. നമുക്ക് ഫീൽ ചെയ്യും ഒരു ഗർജനം വന്നിരിക്കുന്നു. സോ അത് സ്വതസിദ്ധമായിട്ടുള്ളതും ഡെവലപ്പ് ചെയ്തിട്ടുള്ളതും ഹാർഡ് വർക്കിൽ കൂടെയും വരുന്ന ഒരു അഭിനേതാവ്. അതിനെ കണ്ട് നിങ്ങൾ വെറുതെ അസൂയപ്പെട്ടിരുന്ന ഒരു കാര്യമില്ല. അത് ദൈവം കൂടെ കൊടുക്കണം നിങ്ങൾക്ക്. എനിക്കും ആഗ്രഹമുണ്ട് മോഹൻലാലിനെ പോലെയൊക്കെ അഭിനയിക്കണം എന്നുള്ളതല്ല. പക്ഷെ എനിക്ക് സാധിക്കില്ല എന്നുള്ളത് എനിക്കറിയാം. ദെൻ വി ഷുഡ് അപ്രിഷിയേറ്റ് ദാറ്റ് മാൻ. അറ്റ്ലീസ്റ്റ് നമ്മൾ ജീവിക്കുന്ന ഈ ജന്മത്തിൽ അദ്ദേഹത്തെ പോലെ ഒരു നടനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ള അങ്ങനെ പോസിറ്റീവ് ചിന്തിക്കുന്നത്. ഞാൻ പലപ്പോഴും ലാലിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു ഇന്നാളിങ്ങനെ പറഞ്ഞു, അങ്ങനെ പറയില്ല, അതെന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞെന്നുള്ള കൺഫർമേഷൻ ഉണ്ടെങ്കിൽ പോലും ലാൽ സമ്മതിക്കില്ല. ബിക്കോസ് ഹി ഡസന്റ് വാണ്ട് ടു ഹിയർ ദറ്റ് നെഗറ്റിവിറ്റി. ഇല്ല, അതാണ് ലാലേട്ടൻ. So he can become a soldier within no time. He can become a doctor any time. He can become a Kathakali artist in വാനപ്രസ്ഥത്തിനകത്ത് ചെയ്തിട്ടുള്ളത് 1 month റിഹേഴ്സൽ വിട്ടിട്ട് അവിടുത്തെ ആശാന്മാരടക്കം ബന്ധം വിട്ടിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഡെഡിക്കേഷനാണ്. സോ ആസ് എ സോൾജർ എനിക്കൊരു പ്രശ്നമില്ല. തോക്ക് പിടിക്കാൻ മൂപ്പർക്കറിയാം, വെടിവെക്കുന്നത് എങ്ങനെയാണെന്നുള്ള മൂപ്പർക്കറിയാം, ഏത് ചെയ്യണത്. പക്ഷേ എന്നോടെല്ലാം ലാസ്റ്റ് ചോദിക്കും, ആ സേഫ്റ്റി എല്ലാം നോക്കിയില്ലേ എന്നൊക്കെ ചോദിക്കും. മൂപ്പർക്കൊരു റീകൺഫർമേഷൻ. നോക്കുമ്പോൾ എല്ലാം മൂപ്പർ സേഫായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ he treats me like a guru as far as these kind of things are concerned. As far as in the direction concerned, എനിക്ക് ലൊക്കേഷനിൽ ഒരു ഗുരു ഉള്ളത് മോഹൻലാലിനാണ്. ഞാൻ തന്നെ ഷൂട്ട് വിത്ത്. എനിക്കൊന്ന് നോക്കിയാൽ അറിയാം അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ഇത് ഓക്കെയാണോ അല്ലയോ എന്നുള്ളത്. ഞാൻ വെച്ചിരിക്കുന്ന ഷോട്ട് അത് ചെറുതായിട്ട് കാണുമ്പോൾ അപ്പം തന്നെ നമ്മൾ പോയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യും. എന്താ പ്രശ്നം അല്ലാണ് അത് നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഷോട്ട് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നത്. ഞാൻ പറയില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ അത് മതി. പക്ഷേ അണ്ണൻ ഈ ഇങ്ങനൊരു ഫ്രെയിം വേണം എന്നുണ്ട് വെച്ചാൽ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാം. ഇങ്ങനെയൊക്കെയാണ്. സോ ഈസ് എ ഗുരു ടു മീ ഫോർ ദിസ് തിങ്. ആൻഡ് മിലിറ്ററി പടത്തിൽ ആ സീക്വൻസ് വരുന്ന സമയത്ത് ഐ ആം എ ഗുരു ഫോർ ഹിം. ദാറ്റ് ഈസ് ഹൗ വി ഡു ദ. വി ഡോണ്ട് ഡൈ. മരിക്കുന്നെങ്കിൽ അത് നമ്മുടെ ശത്രുക്കളായിരിക്കും. First of all, thank you so much for giving such a wonderful movie like in 1971 Beyond Borders. ഈ മൂവിയുടെ മേക്കിങ്ങിനെ കുറിച്ച് ഒരു ഡയറക്ടറുടെ പെർസ്പെക്റ്റീവിൽ പറയൂ. ബിക്കോസ് ഇതെല്ലാവരുടെയും ഒരു ധാരണ ഉണ്ടായിരുന്നു ഇതിനകത്ത് ഒരു പട്ടാള ചിത്രം. പക്ഷേ ഞാനിതിന് അപ്പുറത്തേക്കെല്ലാം വളരെ ലാർജായിട്ട് ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ ബോർഡേഴ്സും ഓർഡേഴ്സും അല്ലേ ഈ ശത്രുതയ്ക്കെല്ലാം കാരണം. ഈ ബോർഡേഴ്സും ഓർഡേഴ്സും ഉണ്ടാക്കുന്നവരാണ് നമ്മളെപ്പോലുള്ള ആളുകളിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ജനപ്രതിനിധികളും. അതിനകത്ത് അധികാരമോഹത്തിന് വേണ്ടിയിട്ട് പലതും ചെയ്തു തീർക്കുന്ന സമയത്ത് യുദ്ധങ്ങൾ ഉണ്ടാകുന്നു. ഒരു റൂമിനകത്ത് ഇന്ത്യക്കാരനും പാകിസ്ഥാനും ഒരുമിച്ച് താമസിച്ച്
പാകിസ്ഥാനി നമ്മുടെ മലയാളിക്ക് വേണ്ടി ചാപ്പാട് വെച്ചിട്ട് അവന് വേണ്ടി കാത്തിരിക്കുന്ന സിറ്റുവേഷൻസ് നമ്മൾ കേൾക്കാറുണ്ട്. സോ ഇതെല്ലാം കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞ ആ പഴയ ചരിത്രം എടുത്ത് പുറത്തിട്ടുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് ഏതൊരു രാജ്യത്തിലും നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം വരുന്ന സമയത്ത് പാകിസ്ഥാനെ വില്ലനായിട്ട് മാത്രം കാണുകയല്ല വേണ്ടത്. ഇനിയെങ്കിലും നമ്മൾ ശത്രു എന്നുള്ള വാക്ക് മാറ്റിക്കൊണ്ട് അയൽരാജ്യം എന്ന് പറയാൻ ശീലിക്കുക. കാരണം അത് നമ്മുടെ ഒരു കാലത്ത് നമ്മളെല്ലാം ഒരുമിച്ച് ഒരു വിധത്തിലുള്ള പാസ്പോർട്ടും വിസയും ഇല്ലാതെ ബോർഡറും ബൗണ്ടറീസും ഇല്ലാതെ നമ്മളായിട്ടുണ്ടാക്കിയിരിക്കുന്ന ബൗണ്ടറിയും ബോർഡേഴ്സുമാണത്. മുസ്ലിംസിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം പറയും നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകും. ഈ ഒരു സിറ്റുവേഷൻ വരാൻ കാരണം എന്തായിരുന്നു? ബിക്കോസ് ഓഫ് ദിസ് ബോർഡർ. അതാണ് ഞാൻ ആ പടത്തിന് പേരിട്ടത് തന്നെ ബിയോണ്ട് ബോർഡേഴ്സ്. അതിർത്തികൾക്കപ്പുറം വലിയൊരു സംഭവമുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ പറയാനുണ്ടായിരിക്കും. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, അതാണ് പലരും എനിക്ക് കമൻ്റ് ഇട്ടിരിക്കുന്നത്. അതാണ് ആദ്യമായിട്ടാണ് ഒരു പാകിസ്ഥാനി ഓഫീസറിനെ ലാലേട്ടൻ കൊന്നിട്ട് വീഴുന്ന സമയത്ത് നമ്മുടെ കണ്ണു നിറഞ്ഞു, അയ്യോ പാവം മരിച്ചു എന്നുള്ളത്. വൈ? ബിക്കോസ് അവനൊരു വില്ലനല്ല, അവൻ അവൻ്റെ രാജ്യത്തിൻ്റെ ഹീറോ ആണെന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പം ഞാൻ ആസ് എ ഫിലിം മേക്കർ ഐ കനോട്ട് ബി ബയസ്ഡ് ബിക്കോസ് ഐ ആം എൻ ഇന്ത്യൻ. അതുകൊണ്ട് യെസ്, ഞാൻ ഐ ആം എ ട്രൂ പെട്രിയോട്ടിക് ഇന്ത്യൻ. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഐ വിൽ ടീച്ച് യു ടു ഹെയ്റ്റ് അതേഴ്സ്. ഒരു യുദ്ധം കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ പടം ചെയ്തിരിക്കുന്നത്. ഇങ്ങനൊരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയും നടന്നിട്ടുണ്ട്. ഇങ്ങനെ മനസാക്ഷിയുള്ള വ്യക്തികൾ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു, പാകിസ്ഥാനിലും ഉണ്ട് നല്ല മനുഷ്യർ. സോ വൈ ആർ വി ക്രിയേറ്റിംഗ് ദാറ്റ് അവർ ശത്രുവാണെന്നുള്ളത് നമ്മൾ എന്തിനാണ് പറയുന്നത്? അത് പറഞ്ഞിട്ട് നമുക്കിവിടെ എന്താണ് അഡ്വാൻറ്റേജ് ഉള്ളത്? ഇവിടുത്തെ മനസ്സമാനം പോവുകയാണ്. അപ്പം ഈ സിനിമ കണ്ടിറങ്ങുന്ന സമയത്ത് ഇപ്പം ഫാമിലീസിൻ്റെ അതാണ് പറയുന്നത്. അവർ കണ്ണറിഞ്ഞുകൊണ്ട് പറയും ഇങ്ങനൊരു കൺസെപ്റ്റും ഒരു തോട്ട് പ്രോസസ്സും എന്നുള്ളത് ഈ സിനിമയിൽ നിന്ന് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല. ശരി തന്നെയായിരിക്കും. ഈ സിനിമയ്ക്ക് ഇറങ്ങുന്നതിൻ്റെ 30 മിനിറ്റിനകത്ത് നെഗറ്റീവ് ട്രോളേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അതെന്തിനാണ്? എന്നോടുള്ള ശത്രുതയോ അതോ ഈ സിനിമയോടുള്ള ശത്രുതയോ ലാലേട്ടനുള്ള ശത്രുതയോ ആരോടാണ് ഈ ശത്രുത കാണിച്ചത്, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് എന്തെങ്കിലും വരുത്തണേ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. ഐ എം നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്. ആസ് ഫാർ ആസ് കണ്ടവരുടെ എല്ലാം റിവ്യൂ എന്ന് പറയുന്നത് ആണ് എൻ്റെ ഏറ്റവും വലിയ അവാർഡ്. പിന്നെ ഈ ക്ലീഷേ, ഇങ്ങനെ കുറേ അറിയാത്ത ഇംഗ്ലീഷ് വേർഡുകൾ യൂസ് ചെയ്യുന്ന, ഇംഗ്ലീഷ് അറിയാത്ത കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്ന വേർഡാണ് ഈ ക്ലീഷേ എന്നത്. അത് ഈ ഫേസ്ബുക്കിനകത്ത് നിന്നൊക്കെ തന്നെക്കൊണ്ട് പറ്റുന്ന കേട്ടിട്ടുള്ള വാക്കുകൾ എഴുതുമ്പോൾ ഈ ക്ലീഷയുടെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ പോലും മനസ്സിലാവില്ല അവർക്ക്. അവരെഴുതും ക്ലീഷേ എന്ന്. അത് തന്നെയാണ് ഇന്നിപ്പോൾ അതിൻ്റെ ഒരു കൗണ്ടർ ആൾ എഴുതി വെച്ചിരിക്കുന്നത്. ക്ലീഷേ എന്ന് പറയുന്നത് എൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. ഒരു അമ്മ മരിച്ചു കിടക്കുമ്പോൾ മകൻ മരിക്കുന്നത് എല്ലാ സിനിമയിലും ആയിരിക്കും. അപ്പോൾ ഈ ക്ലീഷ ആണെങ്കിൽ ഇനി ഇപ്പോൾ അടുത്ത സിനിമ തൊട്ട് അമ്മ മരിക്കുമ്പോൾ മകൻ പൊട്ടിച്ചിരിക്കുന്ന ഒരു സീൻ, അപ്പോൾ ക്ലീഷ മാറി കിട്ടുമെന്നുള്ള ഇങ്ങനെയുള്ള കൗണ്ടറുകളും കേൾക്കുന്ന സമയത്ത് ദാറ്റ് മീൻസ് ദർ ആർ പീപ്പിൾ ഹു ആർ സെൻസിബിൾ ടു അണ്ടർസ്റ്റാൻഡ്. പാകിസ്ഥാൻ की आवाम को ये लड़ाई चाहिए या नहीं चाहिए? നമ്മ നാട്ടുകാർക്ക് ഉയർ കൊടുക്കുന്നത് നാ എപ്പോൾ റെഡി. ഈ ഫിലിമിൽ ലാസ്റ്റ് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, 2 വ്യക്തികളുടെ അധികാരമോഹത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്നത്. സ്പ്ലിറ്റിംഗ് പാർട്ടീഷൻ. ലോകത്തിലെ യുദ്ധങ്ങൾ മുഴുവൻ നടക്കുന്നത് അധികാരമോഹത്തിനാണ്. ഇപ്പം സിമ്പിൾ കാര്യം പറഞ്ഞുതരാം. ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് 2 ആക്കിയിട്ടുണ്ട്. എന്താണ് അതിൽ നിന്നൊന്ന് നേടാനുള്ളത്? 2 മുഖ്യമന്ത്രിമാർ വരും. സോ ഇനിയെങ്കിലും നമ്മളെപ്പോലുള്ള ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കുക അല്ലെങ്കിൽ സപ്പോർട്ടോ ചെയ്യരുത്. ബിക്കോസ് വിഭജിച്ച് അവസാനം ഈ ഇന്ത്യ മഹാരാജ്യത്തിന് ഇനി കുറച്ച് കഴിഞ്ഞാൽ മലബാർ ഒന്നാവും, അത് കഴിഞ്ഞിട്ട് മധ്യ തിരുവിതാംകൂർ ഒന്ന്, മറ്റൊന്നൊന്ന് 3 സ്റ്റേറ്റ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? 3 മുഖ്യമന്ത്രിമാരുണ്ടായിരിക്കും, 3 വിധത്തിലുള്ള മന്ത്രിമാരുണ്ടായിരിക്കും. ഹൂ ഈസ് ഗെറ്റിംഗ് ബെനിഫിറ്റഡ്? ആർക്കാണ്? നമ്മളാണ് അതിന് ശേഷം വിഷമിക്കുന്നത്. റേഷൻ കാർഡ് അങ്ങോട്ട് മാറ്റി, ആധാർ കാർഡ് ഇങ്ങോട്ട് മാറ്റി, ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം അനുഭവിക്കുന്ന ഇവരാണ്. പക്ഷെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് ജനങ്ങൾ പറയണം പറ്റില്ല, ഞങ്ങൾ ഒന്നാണ്. ഈ ഒന്നാണെന്നുള്ള വാക്ക് അന്ന് നമ്മൾ പറഞ്ഞു, അന്ന് വികാരഭരിതരായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടി, ആരെന്ത് നേതാക്കന്മാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേട്ടു, ഉപയോഗിച്ചു. അന്ന് ട്രെയിനുകളിൽ നിറച്ച് ശവശരീരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ളത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഹിസ്റ്ററിയിൽ അത് കാണണം. ആ സമയത്ത് തുടങ്ങിയ വൈരാഗ്യമാണ് ഈ ഹിന്ദുക്കളും മുസ്ലിംസും എന്ന് പറഞ്ഞിട്ട്. ഈ വൈരാഗ്യത്തിൻ്റെ എല്ലാം തുടക്കം ഈ അധികാര കസേലല്ലായിരുന്നോ? ഞാനത് ബ്ലണ്ടായിട്ട് ഞാൻ ചോദിക്കുകയാണ്. ആരെന്നുള്ളതല്ല, അധികാരമോഹം ഏതൊരു നേതാവിന് വന്നു കഴിഞ്ഞാലും ദാറ്റ് ഈസ് ബാഡ്. അപ്പം അത് നേതാവായിട്ട് മാത്രം നിൽക്കും. നമ്മുടെ സെർവൻ്റായിട്ടാണ് ഏതൊരാളെയും നമ്മൾ സെലക്ട് ചെയ്ത് പറഞ്ഞ് അങ്ങോട്ട് വിടുന്നത് എന്തിനാണ്? നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്. എല്ലാ ആൾക്കാരും കൂടി ഇരുന്നിട്ട് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ എവിടെ പോയി കഴിഞ്ഞാലും വക്കീലുമാരെന്തിനാണ്? ഈ ആളുകൾ തന്നെ കുറ്റവാളികളെ വാദിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കലബലാന്നായിരിക്കും. അപ്പം അതിനൊരു ത്രൂ പ്രോപ്പർ ചാനൽ ഉണ്ടാക്കിയിരിക്കുന്നത് പോലെയാണ് നമ്മളിവിടെ മന്ത്രിസഭ ഉണ്ടാക്കുന്നതും ജനങ്ങളുടെ പ്രതിനിധികൾ.
പക്ഷേ ഈ ജനങ്ങളുടെ പ്രതിനിധികൾ മന്ത്രി കസേരയിൽ കയറിയിരുന്നതിന് ശേഷം ഈ വോട്ട് ചെയ്ത ആൾക്ക് പോലും ഒരു പ്രാവശ്യം കാണണമെങ്കിൽ വാട്ട് ആ ഡിഫിക്കൽട്ടി എന്നുള്ളത് അത് പോകുമ്പോഴേ അറിയുള്ളൂ. സോ ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കണം. ഒരു മുസ്ലിം ഒരു അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ദാസേട്ടൻ്റെ പാട്ട് നിങ്ങൾക്ക് ഹരിവരാസനം കേട്ട് ശബരിമലയിൽ കിടന്നുറങ്ങാം. അയ്യപ്പനെ കിടത്തി ഉറക്കണമെങ്കിൽ ഹരിവരാസനം ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ദാസേട്ടൻ പാടിയ പാട്ട് വേണം. ഗുരുവായൂരപ്പൻ്റെ കീർത്തനങ്ങൾ മുഴുവൻ ദാസേട്ടൻ പാടിയിട്ടുള്ള കാസറ്റുകൾ ഇഷ്ടംപോലെ വിറ്റഴിച്ചു പോകുന്നത്. ഈ ദാസേട്ടൻ അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ ഇറങ്ങി ഓടുമോ? നമ്മളിത് പറയുമ്പോൾ ഇവനെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ സംസാരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടും കൂടി തിരിച്ചു പറയൂ. ഇതിനെ വെറുതെ ട്രോളിടാനും അല്ലെങ്കിൽ ഞാൻ അതാണ് ഇതാണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ സിനിമ ഇങ്ങനെ ചെയ്യുന്നത്. എന്റെ മനസ്സിലതാണ് തോന്നുന്നത്. മരിക്കുന്നവരെ ഞാൻ ഇതുപോലുള്ളൊരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. നാടിന്റെ രക്ഷയ്ക്ക് കാവൽ നിൽക്കുമ്പോൾ തോക്കല്ല സാർ, തോൽക്കാത്ത ചങ്കൂറ്റമാണ്. ഇതിൽ നേരത്തെ കേട്ടിരുന്നു കഥകളി ആക്ടറിനെ തല്ലുന്ന ഒരു സീനുണ്ട്, അതിനുശേഷം ലാലേട്ടൻ ചെന്ന് സോറി പറഞ്ഞു, അങ്ങനെ എന്തൊക്കെയാ? എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ? അയ്യോ, അത് നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണത്. ബിക്കോസ് ഒരു നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആവണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ലാലേട്ടൻ എനിക്ക് ഒറ്റപ്പാലത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഒരു കഥകളി ആർട്ടിസ്റ്റിനെ ജോൺ എന്ന് പറഞ്ഞ് കലാമണ്ഡലത്തിൽ വലിയൊരു കഥകളി സീനിയർ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഞങ്ങൾ വിളിച്ചത് ഈ കഥകളി വേഷം ചെയ്യാൻ വേണ്ടി. കാരണം അവർ ചുട്ടിയൊക്കെ കുത്തുന്ന സമയത്ത് പെർഫെക്ഷൻ ഉണ്ടാവും. അപ്പം അദ്ദേഹത്തെ അടിക്കുന്നൊരു സീക്വൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ചുട്ടിയെല്ലാം വലിച്ച് ഇതാക്കിയിട്ട് അതൊറ്റ ഷോട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ഈ ചുട്ടി വയ്ക്കാൻ തന്നെ 4 മണിക്കൂർ വേണം ഇതെല്ലാം കൂടെ ശരിയാക്കി വയ്ക്കും. അതെല്ലാം നമ്മൾ പെർഫെക്റ്റ് ചെയ്ത് 3-4 ക്യാമറ എല്ലാം വെച്ചിട്ട് എഴുന്നിട്ട് വന്നിട്ട് ഇതെല്ലാം കൂടെ വാരി വലിച്ച് ഈ ചായെല്ലാം കൂടെ തെളിച്ചിട്ട് ഒരു ആഡിയും കൊടുത്തിട്ട് തിരിച്ച് വന്നിടത്ത് ഷോട്ട് കെട്ടാണ്. നെക്സ്റ്റ് അപ്പുറത്തൊരു ഷോട്ടുണ്ട്. ആ ഷോട്ടും കഴിഞ്ഞപ്പോൾ അന്നത്തെ ഷോട്ട് കഴിഞ്ഞു. ഞങ്ങളെല്ലാം അങ്ങോട്ട് കാറിലോട്ട് പോകുന്ന സമയത്ത് ലാലേട്ടൻ ഉള്ളിലേക്ക് സ്റ്റേജിലേക്കാണ് കയറിപ്പോയത്. അപ്പം ഞാനിങ്ങനെ പതുക്കെ നോക്കുന്ന സമയത്ത് വേറെ കൃഷ്ണപ്രസാദും എല്ലാം നോക്കുന്ന സമയത്ത് ഈ കഥകളി ആശാൻ ജോണിൻ്റെ അടുത്ത് പോയിട്ട് കാലിങ്ങനെ പിടിച്ചുകൊണ്ട് സോറി ട്ടാ, അത് അഭിനയത്തിൻ്റെ ഭാഗമായിട്ടാണ്. എത്ര ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നത് പഠിക്കാനുണ്ട്. ബിക്കോസ് ലാലേട്ടൻ അദ്ദേഹത്തിനെ ഒരു ഗുരുസ്ഥാനത്ത് കണ്ടുകൊണ്ട് അഭിനയമായിരുന്നു, അതുകൊണ്ട് എനിക്ക് അടിക്കേണ്ടതായിട്ട് കാണിക്കേണ്ടി വന്നു. അടിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഇതൊക്കെ പിടിച്ചു വലിക്കലൊക്കെ ചെയ്തില്ലേ, അതിന് മാപ്പ് ചോദിച്ച് സന്തോഷിച്ചിട്ടാണ് പോകുന്നിരിക്കുക. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റുന്ന അയ്യോ അത് അഭിനയല്ലേ. ഈ മൈന്യൂട്ട് തിങ്സാണ് ഒരു വ്യക്തിനെ വേറൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തനാണ്. അതാണ് ലാലേട്ടൻ അന്ന് ചെയ്ത് എന്നെ വളരെയധികം സർപ്രൈസ് ചെയ്യിച്ചു. നമ്മൾ മറന്നുപോകും. ആ ഷോട്ട് കഴിഞ്ഞാൽ അങ്ങനെ പോവാണ്. ബട്ട് ഹി വെന്റ് ബാക്ക്. തിരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൈയും കൊടുത്ത് തൊഴുതുകൊണ്ട് പറഞ്ഞു സോറി ട്ടോ, ഒരു കാര്യമില്ല. പക്ഷെ അവിടെയാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തനാവുന്നത്. അപ്പം അതുകൊണ്ട് ലെറ്റ് us all be good and a proud Indian. എന്നും നമ്മുടെ ആ അതിഥി ദേവോ ഭവ ആരാണെങ്കിലും ശരി 2 കൈ നീട്ടിക്കൊണ്ട് സ്വീകരിക്കാൻ ആ മനസ്സുള്ള നമ്മൾ ഡെയിലി കാണുന്ന ഓരോരുത്തരെയും കാണുന്ന സമയത്ത് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് we'll welcome everybody and extend the ray of hope, of love for this country. That is what I wanted to say through this film and in real also. Thank you so much and wish you all a very, very happy and a happy Easter. Thank you so much. Jai Hind.